ഹായ്, തങ്കശ്ശേരിയിലെ പുതിയ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ ഈ പിന്നിൽ കാണുന്നതാണ് ഇവിടുത്തെ മറ്റൊരു ആകർഷണമായ പെപ്പി പോപ്സ് എന്നുള്ള ഒരു ഫുഡ് വാനാണ്. ആ ഫുഡ് വാനിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പോയി കാണാം. അപ്പോൾ നമ്മളിവിടുത്തെ മുതലാളിയെ ഒന്ന് പരിചയപ്പെടാം. ഹായ്, ഗോവിന്ദ്. എന്താണ് സെന്റ് ജോസഫ് കോൺവെന്റ് അടുത്ത് തന്നെയാണ്, കൊല്ലം തന്നെയാണ്. എത്ര നാളായി തുടങ്ങിയിട്ട്? 45 ഡേയ്സ് ആവുന്നതേ ഉള്ളൂ തുടങ്ങിയിട്ട്. ഞങ്ങളുടെ സ്വന്തം ബ്രാൻഡ്, ഓൺ ബ്രാൻഡ്, ഓൺ ക്രിയേഷൻ, ഞങ്ങളുടെ ഓൺ റെസിപ്പീസ് എല്ലാം വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അറ്റ് പ്രസന്റ് ഒന്നും തന്നെ ഇല്ല. ഞങ്ങളുടെ ബിസിനസ് സ്ട്രക്ചർ എല്ലാം തന്നെ ഇപ്പം ഫ്രെയിം ചെയ്ത് വരുന്നതേ ഉള്ളൂ. സോ അറ്റ് പ്രസന്റ് ഇതാണ് സിംഗിൾ ഔട്ട്ലെറ്റ് ആയിട്ട്, എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ പാർട്ട്നേഴ്സ് അങ്ങനെ ആരുമില്ല. പിന്നെ ഇവിടുത്തെ സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണ്? ഞങ്ങൾ ബേസിക്കലി ഞങ്ങളുടെ മെയിൻ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് പോപ്സിക്കിൾസ് ആണ്, ഐസ്ക്രീം ഓൺ എ സ്റ്റിക്ക്. ഇത് ഞാനും എൻ്റെ വൈഫും ആണെന്നുണ്ടെങ്കിൽ കുറേ ഞങ്ങളുടെ ഒരു പാഷനിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ബിസിനസ് തന്നെയായിരുന്നു അത്. ഞങ്ങൾ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേർക്ക് ഫുഡ് ഇഷ്ടം, ഐസ്ക്രീംസ് ഇഷ്ടം. അപ്പം ഞങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം, പക്ഷേ എങ്ങും കിട്ടാത്ത രീതിയിൽ ഞങ്ങളുടെ ഓൺ ഫ്ലേവേഴ്സ്, ഞങ്ങളുടെ ഓൺ ടെക്സ്ചേഴ്സ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പാഷനിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു വെഞ്ചറാണ് പെപ്പി പോപ്സ്. ഇവിടെ എങ്ങനെ സഞ്ചാരികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ? റഷ് ഉണ്ട്. വീക്കെൻഡ്സ് എല്ലാം തന്നെ നല്ല റഷാണുള്ളത്. ഇനിയും പാർക്കുകൾ നമുക്കിപ്പോഴത്തേക്കും എല്ലാവരും അങ്ങോട്ട് ആ ഒരു നടക്കാൻ വേണ്ടി മാത്രമാണ്, അതിലോട്ട് നടക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഇനിയും പാർക്കും കുറേ ഇതെല്ലാം കുറച്ചും കൂടെ ഡെവലപ്പ് ആകുമ്പോഴത്തേക്കും ആൾക്കാരുടെ ഫുട്ഫോൾ വീണ്ടും കൂടുന്നുണ്ടായിരിക്കും. പ്രസന്റ് ഇസ് റിയലി ഗുഡ്. നല്ല രീതിയിൽ പോകും. ഇവിടുത്തെ സ്പെഷ്യൽ മെനു ആയിട്ട് നമുക്ക് ഐസ്ക്രീം എല്ലാം നമുക്ക് ബേസിക് നമ്മളിവിടെ കൊണ്ടുവരുന്നത് ഐസ്ക്രീംസ് ആണ്. അതല്ലാതെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, ലോഡഡ് ഫ്രൈസ് എന്ന് പറയുമ്പോൾ ഫ്രഞ്ച് ഫ്രൈസിന്റെ പുറത്ത് തന്നെ നമുക്ക് ഷെഷ്വാൻ കോൺ അല്ലെങ്കിൽ ഹണി ഗ്ലേസ് ചിക്കൻ ഒക്കെ വെച്ചിട്ട് വരുന്നതാണ്. പിന്നെ പാസ്താസ്, ഇതെല്ലാമാണ് നമ്മുടെ മേജർ. പിന്നെ അതല്ലാതെ കുടിക്കാനായിട്ട് മൊയ്റ്റോസ്, അതെല്ലാമാണ് നമ്മളുടെ റെസിപ്പിയിൽ വരുന്നുണ്ടായിരിക്കുക. നമ്മൾ നമ്മൾ മെനു ബോർഡ് ഡെയിലി ചേഞ്ച് ആവുന്നുണ്ടായിരിക്കും. അന്നന്ന് പ്രിപ്പയർ ചെയ്യുന്ന ഐറ്റങ്ങളാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഫോർ ഐസ്ക്രീംസ് പോലും മെനൂസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 30 to 40 ഫ്ലേവേഴ്സ് ഓഫ് ഐസ്ക്രീം ഉണ്ടായിരിക്കും. അതൊരു റൊട്ടേഷൻ പോലെ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അന്നത്തെ പ്രൊഡക്ഷൻ എടുത്തിട്ടാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്.